കൈ പിടിക്കാതിരിക്കാനാ ശ്രമിക്കുക. കാരണം നമ്മൾ പ്രായമായി ആളെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. എങ്ങനെയെങ്കിലും സ്വന്തം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പം ദൈവം സഹായിച്ചാൽ സൂക്കടൊന്നുമില്ല. ഇങ്ങനെ ചെറിയ പ്രശ്നം കാറ്റൊക്കെ കയറുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും. പിന്നെ ഞാൻ നല്ല സ്മോക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അതിൻ്റെ പ്രശ്നമാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പം മരിക്കാനായില്ലേ, ഇനിയിപ്പം എന്താ നോക്കാനാ? കൂടിയാൽ 10-15 കൊല്ലം കിട്ടുക, അതൊന്നും കിട്ടൂല. ഇപ്പോഴത്തെ കാലം അതല്ലേ. ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്താ തോന്നുക? അങ്ങനെയും ജീവിച്ചു പോകുന്ന അല്ല, ആരെങ്കിലും ഒക്കെ ഒന്ന് കൈ പിടിച്ചാലെന്ന് തോന്നുന്നു. ഇല്ല, കയ്യൊന്നും പിടിക്കാനുള്ള ഇതൊന്നുമില്ല. കയ്യൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ പോകും. കാരണം വെച്ചാൽ ഓരോ പുരോഗമനത്തിൽ കൂടെ അത് നീങ്ങാന്നല്ലാതെ ഈ സാധാരണക്കാരൻ്റെ കാര്യത്തിലേക്ക് ആരും ശ്രദ്ധിക്കാറില്ല. ബസ്സിനകത്തേക്കാ? എവിടെ? മേത്താട്ട് താഴോ? എവിടെയാണ്? കൊമ്മേരി. എന്താ സുഖമായിട്ട് വന്നതാ? ചെറിയൊക്കെ കൂടിപ്പോയി. ഇപ്പൊ ശരിയായി തോന്നുന്നു അല്ലേ? കുറച്ച് ശരിയായി. നല്ല തിരക്കല്ലേ ബസ്സില്? സീറ്റ് കിട്ടുമോ? അറിയില്ല. നമ്മൾ ആ അറ്റത്തുണ്ട് ഒരു ചെയറ്, അവിടെ പോവാന്ന് പറഞ്ഞ് വരികയാണ് ഇരിക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ എത്ര ദൂരം പോകണം? ഇവിടെ എവിടെയൊന്നും ഇല്ല. അതിനകത്ത് തണലും ഇല്ല. എന്തെങ്കിലും മുകളിലെന്താ വേണ്ടേ? ഈ ആളൊക്കെ അപ്പം നിൽക്കുക. ഇതൊക്കെ പല ഭാഗത്തേക്ക് പോകേണ്ട ബസ്സിൻ്റെ ആളുകളാണ്. ഒരു നഗരം ആത്മാർത്ഥമായി വിചാരിച്ചാൽ അവിടുത്തെ മുതിർന്ന പൗരരോട് പ്രായം വെറുമൊരു നമ്പർ മാത്രമല്ലേ എന്ന് സ്നേഹത്തോടെ ചോദിക്കാനും ബോധ്യപ്പെടുത്താനും പറ്റും. നഗരത്തിൻ്റെ വേഗങ്ങളെ, തിരക്കുകളെ, ഇടുക്കങ്ങളെ, വെയിലിനെ, മഴയെ ഒക്കെ പ്രായത്തിൻ്റെ നിസ്സഹായത കൊണ്ട് അകറ്റി നിർത്തുകയും പൊരുത്തപ്പെടാൻ പാടുപെട്ട് ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യരോട് നഗരവും നഗരത്തിലെ മനുഷ്യരും നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളും നഗരത്തിൻ്റെ ഭരണ സംവിധാനവും എമ്പതിയോടെയും ബഹുസ്വരതയുടെ മാനങ്ങൾ ഉൾക്കൊണ്ടും ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതുണ്ട്. കോഴിക്കോട് നഗരത്തെ എങ്ങനെ വയോജന സൗഹൃദ നഗരമാക്കി മാറ്റാം എന്നതു സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ ശ്രമങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് സഹായകമാവുന്ന വിധത്തിൽ പഠനം നടത്തിയിരിക്കുകയാണ് കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് 5ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ. അക്കാദമിക് സമൂഹം ഒരു പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ ക്രിയാത്മക ഇടപെടൽ നടത്തുന്നതിൻ്റെ മാതൃകാ ഉദാഹരണം കൂടിയാണ് ഈ പഠനം. വെല്ലിയങ്ങാടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പ്രായം എന്ന് പറയുന്നത് ഇനി 60+ ആ രീതിയിൽ. ഇപ്പോൾ അവിടുത്തെ കടകളിലിരിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരുടെയും ഒരു പ്രായം എന്ന് പറയുന്നത് 60-ന് മുകളിലുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ അവസ്ഥ. അതായത് ഇവർ സാധനങ്ങൾ ചുമന്നുകൊണ്ട് വെക്കാനാണെങ്കിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഫുട്പാത്ത്, ആ ഒരു സ്ട്രീറ്റ് ഉണ്ട് വെല്ലിയങ്ങാടി സ്ട്രീറ്റിൽ, ഫുൾ എപ്പോഴും ലോറികളും അല്ലെങ്കിൽ വണ്ടികൾ, ബൈക്കുകളെല്ലാം കൊണ്ടും തിങ്ങി നിറഞ്ഞൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ സാധനങ്ങൾ കൊണ്ടുവന്ന് ചുമന്ന് വെക്കുമ്പോൾ തന്നെ ആ ബുദ്ധിമുട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അത്രയും ഹൈജീൻ നോക്കുകയാണെങ്കിലും എപ്പോഴും അത്ര ക്ലീനൊന്നും ആയിരിക്കില്ല അവിടെ. ഈ സാധനങ്ങളുള്ളത് കാരണം തന്നെ കുറേ പൊടിയും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവർ തന്നെ പറഞ്ഞൊരു പ്രശ്നമാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവർക്ക് കടയിലേക്ക് എത്തണമെങ്കിൽ തന്നെ, മിക്ക ആൾക്കാരും 2 വീലർ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കടയിൽ എത്തണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. ഒരുപാട് സമയവും പോകുന്നുണ്ട്. പിന്നെ അത് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഷോൾഡറും കൈയെല്ലാം വേദനയെടുക്കും അവിടെ എത്തുമ്പോഴത്തേക്കും. പിന്നെ ഇപ്പോൾ വൈകുന്നേരം നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ തന്നെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏതോ ഒരു അതിൻ്റെ ഒരു എഡ്ജിലായിട്ട് ഒരെണ്ണം ഉണ്ട്. പക്ഷേ അവിടെ ഒരു കോമൺ ഒരു കിണറുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ തന്നെ നിന്നിട്ട് ഇവർ ലൈക്ക് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുളിക്കുകയും തുടക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ ഏരിയയിലാണ് അവരിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അതിനായിട്ടൊരു പ്രോപ്പർ സ്ഥലം അവർക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒരു പ്രൈവറ്റായിട്ട് നിന്ന് എല്ലാം വൃത്തിയാക്കുക അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ വാട്ടർ ഡിസ്പെൻസേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ച് ദൂരത്തിലാണ് വെച്ചേക്കുന്നത്. അതും
ഇപ്പം ഓപ്പൺ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എത്രത്തോളം അത് ഹൈജീൻ ആയിരിക്കും എന്നും പറയാൻ പറ്റത്തില്ല അല്ലെ, ഓപ്പൺ ഇതിൽ വെച്ചിരിക്കുന്നതുകൊണ്ട്. വരുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇത് ഞങ്ങളെപ്പോലെ തന്നെ കാണാൻ വേണ്ടി പോകുന്ന കുറച്ച് പേരുണ്ട്, അതല്ലാണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്, അതായത് കൂടുതൽ വരുന്ന അങ്ങനത്തെ ആൾക്കാരാണ്, ഇതിൻ്റെ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ. അപ്പോൾ അവർ നോക്കുകയാണെങ്കിലും അവരുടെ പ്രധാന പ്രശ്നം ഈ വണ്ടി അതിനകത്തൂടെ കടന്നു പോകുന്നില്ല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. പിന്നെ പൊടിയും ചൂടും, അതിൻ്റെ അകത്തുള്ള ഷീറ്റ് ഇട്ടിട്ട് നല്ല ചൂടും ഉണ്ട്, പിന്നെ ഭയങ്കര പൊടിയാണ്. കോട്ട് കോംപ്ലക്സ് അതിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വെച്ചാൽ മിക്ക സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ. അതായത് ഇപ്പോൾ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നില്ല, അതായത് ഫുട്പാത്തിൽ ഹൈറ്റ് ഡിഫറൻസ്, റോട്ടിൽ നിന്നുള്ള ഹൈറ്റ് ഡിഫറൻസ് ചിലർക്ക് കാലെടുത്ത് വെച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ ഫുട്പാത്തിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ചില സ്ഥലത്തൊക്കെ ആ ഇൻ്റർലോക്ക് ബ്ലോക്ക് ഇങ്ങനെ പൊളിഞ്ഞു കിടപ്പുണ്ടാവും. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷേ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് പ്രായമായി കഴിയുന്തോറും നീങ്ങാനുള്ള ബുദ്ധിമുട്ട് കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഹാൻഡ് റെയിലുണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെയിലുണ്ട്, പക്ഷെ അതില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ ചില സ്ഥലത്ത് അവരിപ്പോൾ ഇരിക്കാൻ നോക്കുകയാണെങ്കിൽ ചില സ്ഥലത്ത് ജസ്റ്റ് ഒരു പൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കും, നമുക്ക് തന്നെ ഇരിക്കാൻ പാടാണ്. അപ്പോൾ പിന്നെ പ്രായമുള്ളവരുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം കോടതിൻ്റെ കോംപ്ലക്സിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയത്, അവിടെ ഇപ്പം അവരുടെ സമയമാകുന്നവരെ ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലോ. അപ്പോൾ ഇപ്പം കാണുന്നത് അവിടെ ഒരു 2 വീലർ പാർക്കിംഗ് ഏരിയ പോലെ ചെറുതായിട്ട് ഫ്രണ്ടിലുണ്ട്. അവിടെ എല്ലാവരും കൂടെ കൂടി നിന്ന് വർത്താനം പറയാം, അങ്ങനെ. അല്ലാണ്ട് ഇരിക്കാനായിട്ടൊരു സ്ഥലം ആ ഭാഗത്തില്ല. ഒരു വലിയ മരമുണ്ട്, അതിൻ്റെ ചോട്ടിൽ ഒരു ചെറിയ സീറ്റിംഗ് സ്പേസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം മഴയുണ്ടായിരുന്നു, അപ്പോൾ തന്നെ ഒരു കമ്പൊടിഞ്ഞ് താഴേക്ക് വീണു. അപ്പോൾ അതിനടിയിൽ ആരെങ്കിലും ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ അവരുടെ മേത്തേക്കൊക്കെ വീഴും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ സ്ഥലമുണ്ട്, പക്ഷേ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് തോന്നുന്നില്ല. പിന്നെ ക്യാൻറ്റീനാണെങ്കിലും ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലൊക്കെ കുറച്ച് സ്ഥലം ഇപ്പം വെറുതെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളോ സാധാരണക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഏതൊരു നഗരവും വയോജന സൗഹൃദമാവുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുമ്പോഴാണ്. ലോകാരോഗ്യ സംഘടന ഇതിനായി ചില മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. നഗരം വയോജന സൗഹൃദമാകുമ്പോൾ അതാവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കപ്പെടുമ്പോൾ പ്രായമായവർ മാത്രമല്ല, അവിടുത്തെ എല്ലാത്തരം മനുഷ്യരും ആ സമയകാലത്തിൽ ആ പ്രദേശത്ത് സമാധാനത്തോടെ കണ്ണിചേർക്കപ്പെടും. പാർപ്പിട സൗകര്യം, ഗതാഗത സൗകര്യം, വീടിനു പുറത്തുള്ള കെട്ടിടങ്ങളിലും സ്ഥലങ്ങളിലുമുള്ള സൗകര്യം, ആരോഗ്യ സംരക്ഷണത്തിനും സാമൂഹിക വിഭാഗമെന്ന നിലയിൽ പിന്തുണ ലഭിക്കുന്നതിനുമുള്ള സൗകര്യം, ആശയവിനിമയത്തിനും വിവര കൈമാറ്റത്തിനുമുള്ള സൗകര്യം, സാമൂഹിക വിഷയങ്ങളിൽ പങ്കുചേരാനും പങ്കുപറ്റാനുമുള്ള സൗകര്യം, ബഹുമാനം ലഭിക്കാനും സാമൂഹികമായ അംഗീകാരം ലഭിക്കാനുമുള്ള അവകാശം, പൗരർ എന്ന നിലയിൽ എല്ലാത്തരം സാമൂഹിക രാഷ്ട്രീയ വ്യവഹാരങ്ങളിലും ഉൾപ്പെടാനും തൊഴിൽ ചെയ്യാനുമുള്ള അവകാശം. പാളയം കോഴിക്കോടത്തെ മെയിൻ ഒരു സ്ഥലമാണ്. ആൾക്കാർ കച്ചവടത്തിനായിട്ട് വരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ മെയിൻലി വരുന്നൊരു എല്ലാം കൂടെ കൊണ്ട് ഒരു ബിസി ആയിട്ടുള്ളൊരു ഏരിയയാണ് പാളയം. നമ്മളെപ്പോഴും പറയും പാളയത്തെ തിരക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരിതാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, തളി ക്ഷേത്രം, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് തന്നെ വരുന്നത് അമ്പലമാണ്. പിന്നെ പള്ളി, മൊയ്തീൻ പള്ളി വരുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത്, എല്ലാം അടുത്തടുത്താണ്. എപ്പോഴും ക്രൗഡായിട്ടുള്ളൊരു സ്ഥലമാണ്. പുലർച്ചെ 5 മണിയല്ല, പുലർച്ചെ 4 മണി 3 മണി ആ ടൈമിൽ തുടങ്ങുന്ന തിരക്കാണിത്. പാളയം മാർക്കറ്റിലെ തിരക്ക് തുടങ്ങുന്നത്. പിന്നെ ഗ്രാജുവലി ആൾക്കാർ മാറുന്നു. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിലേക്ക് പോകേണ്ട ആൾക്കാർ വരുന്നു. പിന്നെ എല്ലാവരും മിക്സ് ആവുന്നൊരു ടൈമാണ്. ഒരു 9 മണി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓഫീസിലേക്ക് പോകുന്ന ആളുകൾ എല്ലാം കൂടെ മിക്സായി എപ്പോഴും ഒരു ആൾക്കാരുള്ളൊരു ടൈമാണ്. പാളയം സ്റ്റാൻഡിലേക്കാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് മുഴുവൻ പോവുക. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫേസ് ചെയ്യുന്ന ബസ് നിർത്തുന്നൊരു പോയിന്റ് ഉണ്ട്. അവിടെ നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. ബസ്സിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കും, റെഡി ആണോ? നമുക്കിപ്പോൾ ഓക്കെയാണ് ആസ് ഓഫ് മീ. പക്ഷേ ഇപ്പോൾ എനിക്ക് സപ്പോസ് ഇപ്പോൾ കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും, അയ്യോ അപ്പോൾ ഇത്രയും പ്രായമുള്ളവർക്ക് എങ്ങനെയാണ് ഇവർ ഇറങ്ങുന്നതെന്നുള്ളൊരു ചിന്ത നമുക്ക് അപ്പം തന്നെ തോന്നിപ്പോകുന്നുണ്ട്. സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ യൂസ് ചെയ്യാൻ ബാത്റൂം,
അതൊന്നും മര്യാദയ്ക്കില്ല, പ്രോപ്പറായിട്ടില്ല. അത് യൂസ് ചെയ്യുന്നത് ആകെ ഡ്രൈവേഴ്സാണ് അത് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. അവർ കയറിയാൽ നമുക്ക് ഉപയോഗിക്കാൻ തന്നെ തോന്നില്ല. അതാണ് അവിടെ തീരെ വൃത്തിയില്ലാത്തൊരു കണ്ടീഷനാണ്. പിന്നെ അവിടെ എത്തിയാൽ ഇപ്പോൾ പുതിയൊരാൾ അവിടെ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ബസ്സിലാണ് കയറേണ്ടത് അത് നമുക്ക് ഒരാളോട് ചോദിക്കണം. പുതിയൊരാൾക്ക് അവിടെ എത്തിയാൽ എങ്ങനെ പോയാലും ആൾക്കാർ സമീപിക്കുകയാണ്. ഇപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുക. ഇപ്പം മാവൂരേക്ക് പോകുന്ന ബസ് എവിടെയാണ് നിർത്തിയിട്ടുള്ളതെന്ന് ഞങ്ങളോട് വന്ന് ചോദിക്കുക ചെയ്യുന്നത്. ഇരിക്കാൻ തീരെ സ്ഥലമില്ല. ബസ് സ്റ്റാൻഡിൽ ആകെയുള്ളതൊരു പില്ലർ ഉണ്ടാവും. പില്ലറിന് ചുറ്റും ചെറിയൊരു ഭാഗം ഉണ്ടാവും. അത് തീരെ സഫിഷ്യൻ്റ് അല്ല. അത്രയും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡിന് അതൊട്ടും ഇല്ല, തീരെ മതിയാവില്ല. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇരിക്കാനുള്ള സൗകര്യം അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ റൂം ഉണ്ടായിരുന്നു, അത് അടച്ചിട്ടുക. നേരെ ഓപ്പോസിറ്റ് വെയിറ്റിംഗ് സൈഡ് ഉണ്ടായിരുന്നു. പിന്നെ ബസ് കയറുമ്പോൾ ആണെങ്കിലും നമ്മളിപ്പോൾ ഇറങ്ങുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ ചില ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന മുക്കം ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ കുറച്ച് നേരം അവിടെ സൈഡിൽ നിർത്തിയിടും. അപ്പം നമുക്ക് കയറാൻ ഒരു എളുപ്പമാണ്. കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ബസ്സിൻ്റെ സ്റ്റെപ്പിലേക്ക് കയറാനുള്ളവർ അത് കൺവീനിയൻ്റ് ആണ്. കുറച്ച് കഴിഞ്ഞ് ബസ് എടുത്തിട്ട് ഒന്നുകൂടെ നിർത്തിയിടും. ഒരു 5 മിനിറ്റ് കുറച്ച് ഇപ്പുറത്താണ് നിർത്തിയിടും. അത് പറഞ്ഞാൽ അത്രയും ഹൈറ്റ് കയറാനുണ്ട്. നമ്മൾ ആ നിലത്തുനിന്ന് ബസ്സിൻ്റെ സ്റ്റെപ്പിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും നമുക്ക് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല. അത് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് കുറേ പേരും ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ പോയിട്ട് പിന്നെ പാളയം സ്റ്റാൻഡിലേക്ക് വരും. ഇവിടെ നിന്നാണ് പിന്നെ അവർ വീട്ടിലേക്കുള്ള ബസ് കയറുന്നത്. പലർക്കും മുട്ടുവേദന, നടുവേദന അങ്ങനത്തെ ആളുകളാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ കാര്യം അപ്പം അതിലേറെ ബുദ്ധിമുട്ടേറിയത്. ഒരാൾ സഹായിക്കാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ അവരുടെ മുഖത്തുണ്ട്. അവരിങ്ങനെ നോക്കും അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളൊരു ആ ഒരു ഇതാണ് അവരുടെ മുഖത്തുള്ളത്. പിന്നെ കച്ചവടക്കാർ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും ആൾക്കാർ പാളയത്ത് വന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ബൾക്ക് ഓർഡറായിട്ട് പോകുന്നവരുണ്ട്. അതും പ്രായമുള്ളവരാണ് കൂടുതലും. അല്ലാത്തവർ സ്വന്തം വണ്ടിയിൽ വരുന്നു, ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്നു, പോകുന്നു. അല്ലാത്തവർ ഇങ്ങനെ ഇത്രയും വലിയ ചാക്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഈ ബസ് കയറുന്നത്. അപ്പം അവരുടെ ബുദ്ധിമുട്ടും അതേപോലെ തന്നെ. പിന്നെയുള്ളത് പാളയം എന്ന് പറയുമ്പോൾ ആ ഒരു ബിസി സ്ട്രീറ്റ്. ആ ഫുട്പാത്തിൽ എന്ന് പറഞ്ഞാൽ പലതരം ആളുകളാണ് ഫുട്പാത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫുട്പാത്തിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഫുട്പാത്തിൽ ഈ കടകളുടെ സാധനങ്ങൾ പലതും ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇവർ ഈ സാധനങ്ങൾ കടയിൽ ഫില്ല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ കടയിലെ സാധനങ്ങൾ പകുതിയും എന്നല്ല കുറച്ച് സാധനങ്ങൾ ഫുട്പാത്തിലേക്കാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക. അപ്പോൾ ഈ നടന്നു പോകുന്നവർക്ക് എങ്ങനെ പോയാലും നമുക്കിങ്ങനെ ഒരു സാധാരണ നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള കാര്യം കല്ലായി റോഡിലേക്ക് പോവാണ് ഫുട്പാത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. 2 സൈഡിലും ഇല്ല ഫുട്പാത്ത്. വളരെ ഡേഞ്ചറസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും വേഗത്തിലാണ് വാഹനങ്ങൾ പോകുന്നതും. ആളുകൾ ബസ് ഈ സ്ഥലത്തിനോട് പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുന്നത് ഇവിടെ നിന്നാൽ ബസ് കിട്ടുമെന്ന് വിചാരിച്ച് ഇവർ റോഡിൽ തന്നെയാണ് ബസ്സും കാത്ത് നിൽക്കുന്നത്. മൊയ്തീൻ പള്ളീൻ്റെ ഭാഗമുണ്ട്. പാളയം സ്റ്റാൻഡിൽ നിന്ന് ചെറിയൊരു വഴിയുണ്ട്, നമുക്ക് ഡയറക്റ്റ്ലി ഫുട്പാത്തിലേക്ക് ഇറങ്ങാം. പാളയം സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഏതൊരാളും ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം ചൂസ് ചെയ്യാം. പള്ളിയുണ്ട്, സ്റ്റാൻഡുണ്ട്, രണ്ടും ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ റോഡും ഉണ്ട്, ഡിവൈഡറും ഉണ്ട്. അപ്പോൾ ഈ ഡിവൈഡറിന് ഗ്യാപ്പില്ല. പക്ഷേ ആളുകൾ ക്രോസ് ചെയ്യാൻ സീബ്ര ക്രോസ് ഒന്നും നോക്കാണ്ട് ഡയറക്റ്റ്ലി സ്റ്റാൻഡിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നു. വണ്ടി വരുന്നത് നോക്കിയിട്ട് ഡിവൈഡറിന് മേലെ കയറി നിൽക്കും. ശരിക്കും അവിടെ ഒരു സീബ്ര ക്രോസിങ് ഉണ്ടെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യും. സീബ്ര ക്രോസിങ് ഉള്ള ഭാഗം കുറച്ച് കറക്റ്റ് വേണ്ട സ്ഥലത്തല്ല സീബ്ര ക്രോസ് ഉള്ളത്. നമുക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടൊരു സ്ഥലം ഇല്ല. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കൂടുതലും ഈ ആയതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ഇൻ കേസ് ഓഫ് മെഡിക്കൽ എമർജൻസി അങ്ങനെ ഒരു പോയിന്റ് നമുക്കില്ല. തൊട്ടടുത്തുണ്ട് ഒരു ഹോസ്പിറ്റൽ, വുമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ഉണ്ട് പാളയത്ത്. എങ്കിലും ഇവിടെ തൽക്കാലത്തേക്ക് ഒരു കിയോസ്ക് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ടൈം നമുക്ക് ഇതാക്കാൻ പറ്റും. കോഴിക്കോട് നഗരത്തിൽ വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുന്ന 8 കേന്ദ്രങ്ങളിലാണ് NIT വിദ്യാർത്ഥികൾ പഠനം നടത്തിയത്. മെഡിക്കൽ കോളേജ്, നടക്കാവ്, മിഠായിത്തെരുവും മാനാഞ്ചിറയും, വലിയങ്ങാടിയും കോടതി കോംപ്ലക്സും, പുതിയ ബസ് സ്റ്റാൻഡ് എന്ന മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ്, പാളയം, മലാപ്പറമ്പ്, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളായിരുന്നു പഠന സ്ഥലങ്ങൾ. தேடி நின்ற ஆழி நீ அடைந்தாய்
நட்சத்திர காற்று அலைய விட்டால் நான் என்று எண்ணம் தொலைய விட்டால் நல்லை அல்லை நல்லை அல்லை நள்ளிரவே நீ நல்லை அல்லை நல்லை அல்லை நல்லை அல்லை നാറും പൂവേ നീ நல்லை அல்லை. പ്രായ ആൾക്കാർ എല്ലാവരും അവഗണിച്ച് വെക്കുന്നത് അവർക്ക് പ്രായമായില്ലേ അവർക്ക് കൊണ്ടുപോകേണ്ട ആ ഒരു മൈൻഡാണ് എല്ലാവരും പൊതുവെ നമ്മളെ സൊസൈറ്റിയിലുള്ളത്. ഇപ്പം കുറേയൊക്കെ അതൊരു പുറത്തു പോകുമ്പോഴൊക്കെ പ്രായമുള്ളവരെയും കൊണ്ടുപോകുന്നൊരു സിസ്റ്റം വരുന്നുണ്ട് എല്ലാവരും. ഇപ്പം അതേപോലെ അവരൊക്കെ ഒരു ഊഞ്ഞാലിരുത്തി ഒന്ന് താലോചിച്ച് തന്നെ ഭയങ്കര സന്തോഷം അവരുടെ മുഖത്ത് കാണാൻ പറ്റും. അവരെ നല്ല രീതിയിൽ നമ്മളെ എല്ലാരെയും കാണുന്ന പോലെ തന്നെ കാണണം. എന്താ പ്രായമായി വിചാരിച്ചിട്ട് അവരെ ഇങ്ങനെ തട്ടി മാറ്റാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം കുറേയൊക്കെ ഓലൊക്കെ പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നല്. ഇവിടെ ഇഷ്ടമാണ് എല്ലാ മക്കൾക്ക് ഭയങ്കര താല്പര്യമാണ് എൻ്റെ ചെറിയ പേരക്കുട്ടിയൊക്കെ. അതുകൊണ്ട് ഞാൻ കൂടെ വരുന്നുള്ളൂ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇന്നലെ ഞാൻ വന്ന് ഇടയ്ക്കൊക്കെ വരും. മിഠായി തെരുവിൽ വരുമ്പോൾ ഇവിടെ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പോകും. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്. ആ അത് ഉള്ളിൽ അങ്ങോട്ട് ഇപ്പോൾ ഈ ലൈറ്റൊക്കെ കാണാൻ അങ്ങനെ ആയിട്ട് വന്നേണു. വന്നിട്ട് ബസ്സിൽ ഇവിടെ നിന്ന് അങ്ങ് പോകാമല്ലോ എന്നുള്ളത് കൊണ്ട് അങ്ങനെ വന്നു. വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് പല ആളുകളും ബീച്ചിലേക്കായാലും ഇവിടെ ആയാലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വളരെ സമാധാനപൂർണ്ണമായ രീതിയിൽ ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ ഇപ്പോൾ അറിയപ്പെടുന്നത്. மணியாக என்ன கொஞ்சம் மாற்று தாயே. താങ്ക് യു. എൻ്റെ ഗ്രൂപ്പിന് കിട്ടിയത് SM സ്ട്രീറ്റ് മാനാഞ്ചിറയാണ്. അപ്പോൾ ബാക്കി സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ വരാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ. അതായത് SM സ്ട്രീറ്റ് പറയുമ്പോൾ മിഠായി തെരുവ്, അതായത് ഷോപ്പിംഗ് നടക്കുന്ന സ്ഥലമാണ്. പിന്നെ മാനാഞ്ചിറ പറയുമ്പോൾ കുറച്ചുകൂടി സമാധാനത്തോടെയും സന്തോഷത്തോടെയും പ്രായ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഓല് കുറച്ചുകൂടി സന്തോഷത്തോടെ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഞങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലമാണ് മാനാഞ്ചിറ. മാനാഞ്ചിറൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ കുറച്ചുകൂടി പച്ചപ്പുണ്ട്, ആ ഗ്രൗണ്ട് അതൊക്കെ ഒരു നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ പ്രശ്നം ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അതായത് രാത്രി ആകുമ്പോൾ കുറച്ച് അധികം നേരം അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല, കാരണം ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ അവിടെയുള്ള മെയിനായി പറയുകയാണെങ്കിൽ ഒരു പാർക്കും പിന്നെ ഒരു ആംഫി തിയേറ്ററും ഒരു ഗ്രൗണ്ടുമാണ്. പാർക്ക് കുഴപ്പമില്ല, അത് അവരധികം യൂസ് ചെയ്യുന്നില്ല. അത് കുട്ടികൾക്കും പിന്നെ യൂത്തിനും വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഈ ആംഫി തിയേറ്റർ പറയുമ്പോൾ അവിടെ നല്ല ഇരിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിലാണ്, ഒരു 30 സെൻറ്റിമീറ്റർ 40 ഉണ്ട് ആ സ്റ്റെപ്പ്. അപ്പോൾ അതിന് മുന്നിൽ സ്റ്റേജും ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും ആയ ആൾക്കാർക്ക് വേണ്ടി പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം എന്തെങ്കിലും പ്രപ്പോസൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആദ്യം അവിടെ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഒന്നുകിൽ 15 സെൻറ്റിമീറ്റർ ആക്കുക, 15 ആക്കുക, അല്ലെങ്കിൽ റാമ്പ് കൊടുക്കുക. റാമ്പ് കൊടുക്കുമ്പോൾ ഹാൻഡ് റെയിൽ വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ പിന്നെ അവർക്ക് കുഴപ്പമില്ല, അവിടെ ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്. അവിടെ നന്നായി ഞങ്ങൾ ശ്രദ്ധിച്ച പ്രധാന കാര്യം അതാണ്, അധികവും അവിടെ വയസ്സായ ആൾക്കാർ തന്നെയുള്ളത്. അതായത് ഞങ്ങളെ പ്രായമുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ വയസ്സായ ആൾക്കാർ അവിടെ കൂടുതൽ. ഒരു നല്ല സന്തോഷത്തോടെ വൈകുന്നേരം വന്ന് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ ദൂരം നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അവിടെ അടുത്തുള്ള ആൾക്കാരുണ്ട്. കാരണം ഒരു വീട്ടിലിരുന്നിട്ട് വലിയ, അതായത് അതിനോട് നല്ലത് അവിടെ വന്ന് ഇരിക്കാമെന്നാണ് അവർ പറയുന്നത്. മാനാഞ്ചിറൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ബാത്റൂം സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആ മാനാഞ്ചിറ കോമ്പൗണ്ടിൻ്റെ പുറത്ത് നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഉള്ളിൽ കയറേണ്ട അവസ്ഥയാണ്. അതായത് ആ കോമ്പൗണ്ട് ഉള്ളിൽ കയറിയിട്ട് ബാത്റൂമിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി, നല്ല രീതി അവർ പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട്. സംസ്കൃതി പഠിക്കുമ്പോൾ ഞങ്ങൾ അവിടെ എങ്ങനത്തെ ആൾക്കാരാണ് വരുന്നത് നോക്കി ആദ്യം. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ ഷോപ്പിംഗ് വരുന്ന വയസ്സായ ആൾക്കാർ കുറവാണ്. കുറച്ചും കൂടി യൂത്ത് ആണ് അവിടെ വരുന്നത്.
ഷോപ്പിംഗ് ഉദ്ദേശിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു കാരണം തിരക്കാണ്. ആ തിരക്ക് വയസ്സായി വരുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഇഷ്ടമായി വരില്ല തിരക്ക്. അതേപോലെ ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് തന്നെ അവിടെ നല്ല ദൂരമുണ്ട്, നല്ല സ്ട്രെച്ചാണ് SM സ്ട്രീറ്റ്. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കുറവാണ്. ആകെയുള്ളത് തുടക്കത്തിൽ SM സ്ട്രീറ്റ് തുടക്കത്തിലാണ്. അവിടെ ഇരിക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞാൽ കല്ല് വെച്ചിട്ടുള്ള ഒരു റൗണ്ടാണ്, അതിൽ ബാക്ക് റെസ്റ്റ് ഇല്ല. അപ്പോൾ അതിൽ പിന്നെ തണലും കുറവാണ്, നല്ല വെയിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ തന്നെയല്ല, ഇവിടെ അല്ല, ഞങ്ങൾ ആ സൈഡിൽ, ഞാൻ ആ മരത്തിലുള്ള ഇരിക്കല്. പക്ഷേ അവിടെയൊക്കെ സൈഡ് പൊളിഞ്ഞപ്പോൾ അവിടെയൊക്കെ അസൗകര്യമായി. ഇതിപ്പോഴും ഒരു അസൗകര്യം തന്നെയാണ്. എന്നാലും വേണ്ടി തൽക്കാലം വൈകുന്നേരം ഉച്ചക്കത്തെ 2 മണിക്കൂർ ഉണ്ടാവും. അപ്പം എന്നാലും വന്നില്ല, ആളൊക്കെ വെമ്പോട് വരാണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 2 ജംഗ്ഷനാണ് വരുന്നത് SM സ്ട്രീറ്റിന്. അവിടെ എത്തിയത് നമുക്ക് മതിയാവും. അപ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലങ്ങളില്ല, കുടിക്കാൻ വെള്ളമില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെയുള്ള ബാത്റൂമിൻ്റെ സൗകര്യങ്ങളുണ്ട്, അത് തുടക്കത്തിലല്ലോ, SM സ്ട്രീറ്റിന് തുടക്കത്തിലുള്ളൂ. അതൊരു പ്രശ്നമായിരുന്നു. ഇതങ്ങനെ ഓരോരോ സാധനങ്ങൾ മേടിക്കാൻ, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇവിടെ നിൽക്കുമ്പോഴേ ഇവിടെ ബാത്റൂം ഒന്നും ഇല്ലല്ലോ. അതില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങള് അങ്ങനെ വേഗം ഇപ്പൊ വിടും, ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പൊ ഞങ്ങള് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. തിരക്കൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് വന്നതല്ലേ. ഇവിടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ബാത്റൂം ഇല്ല. ഇല്ലില്ല, ഞങ്ങൾ അവിടെ ഒക്കെ നോക്കി, അപ്പൊ അവിടെ ഇവിടെ ഇല്ല. ഹോട്ടൽ കയറി അതെ ചെറിയായിട്ട് ഞങ്ങളിപ്പോ ഇടങ്ങാറുണ്ടായി ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറേ ഡിസൈൻസ് ഉണ്ട്, മിഠായി തെരുവാണ്, കാണാൻ വരും എന്നല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കാറില്ല. വ്യാപാരി വ്യവസായികളോ ഗവൺമെൻറ്റോ കോർപ്പറേഷനോ ശ്രദ്ധിക്കാറില്ല. നമ്മൾ പറയുന്ന മാതിരി ഈ സംഭവം നടക്കില്ല. പറഞ്ഞാൽ എല്ലാവരും അന്നേരം ചുമഞ്ചേരിച്ചുമായിട്ട് ചെയ്യാൻ പിടിക്കാമെന്ന് പറയും. പക്ഷേ സ്ഥാനത്ത് കാര്യങ്ങളിലേക്ക് കിടക്കുമ്പം അതിൽ അലസതായിട്ടാണ് ഞാൻ കാണുന്നത്. വൈകുന്നേരം ചെന്നപ്പോൾ ലൈറ്റിങ്ങിന് പ്രശ്നമായിരുന്നു. അവിടെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മുകളിലൊരു നല്ല, അതായത് തുടക്കം മുതൽ ലാസ്റ്റ് വരെ നല്ല ലൈറ്റിംഗ് ഉണ്ട്. പക്ഷേ അതിന് മെയിൻ്റനൻസിന് കുറവുണ്ട്, കാരണം ലൈറ്റ് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടക്കാർക്ക് പുറത്തത്തെ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റിൽ ഭയങ്കര വെളിച്ചമാണ്. നമുക്ക് തന്നെ കണ്ണിൽ കുത്താൻ തുടങ്ങും, ഭയങ്കര മങ്ങലൊക്കെ തോന്നും. അപ്പോൾ വയസ്സായ ആൾക്കാർ കാര്യം പറയാതിരിക്കുക ഭേദം. അതുകൊണ്ട് ആ മെയിൻ്റനൻസിന് കുറവുള്ളതുകൊണ്ടാണ് ഇവർക്ക് ഈ പുറത്ത് ലൈറ്റ് കൂട്ടാൻ കാരണം. അല്ലെങ്കിൽ അവർക്ക് ഉള്ളിലേക്ക് ലൈറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സൈഡ് ഭയങ്കര വെളിച്ചവും ചില സൈഡ് ലൈറ്റേ ഇല്ല. അതായത് 2 ടൈപ്പ് കച്ചവടക്കാർ അവിടെ ഉള്ളത്. ഒന്ന് അവിടെ പെർമനൻ്റ് ആയിട്ട് കടകളിലുള്ള ആൾക്കാരും, പിന്നെ പെട്ടെന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കോലം കർട്ടണൊക്കെ വെച്ച് അങ്ങനെ കച്ചവടം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വെളിച്ചത്തിന് കുറവ് കൊടുക്കാൻ, അതായത് ഇവരായിട്ട് കൊടുക്കണം, എന്നാലേ അവർക്ക് ആ വഴിയോര കച്ചവടം നടക്കും. അതുകൊണ്ട് വൈകുന്നേരം ഒരു 5-6 മണി ആകുമ്പോഴേക്കും ഓലത് റിമൂവ് ചെയ്തിട്ട് അവർ പോകും. കാരണം അതുകൊണ്ട് അവിടെ വെളിച്ചേ ഇല്ല, പക്ഷേ ചില സ്ഥലത്ത് ഭയങ്കര വെളിച്ചം. പിന്നെ ഒരു കാര്യം മിസ് ചെയ്ത്, SM സ്ട്രീറ്റിൽ നടക്കുന്ന വഴിയുണ്ട്, അത് ഇപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തതാണ്. അത് നമുക്ക് തന്നെ ചിലപ്പോൾ തട്ടി വീഴും, കാരണം അതിൻ്റെ മെയിൻ്റനൻസിന് കുറവുകൊണ്ട് നമ്മൾ തട്ടി വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് പിന്നെ ഞങ്ങൾ പ്രൊപ്പോസൽ ചെയ്യുകയാണെങ്കിൽ ആ കാര്യം, പിന്നെ ഇടയ്ക്ക് വരുന്ന സീറ്റിങ്ങും, ആ 2 കാര്യങ്ങൾ ഞങ്ങൾ പ്രൊപ്പോസൽ രീതിയിൽ ആലോചിച്ച കാര്യങ്ങൾ. NIT വിദ്യാർത്ഥികളുടെ പഠനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുഖ്യമായും ഗതാഗത സൗകര്യങ്ങളിലും വീടിന് പുറത്ത് ചെലവഴിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെ സൗകര്യങ്ങളിലുമാണ്. നഗരത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രായമായവരെ ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. പൊതുനിരത്തുകളും വയോജന സൗഹൃദമല്ല ഇവിടെ. പൂർണ്ണ ആരോഗ്യമുള്ള യുവാക്കൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ. നടക്കാവ് മെയിൻലി ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു പാത്തുണ്ട്. വണ്ടിപ്പേട്ട ഉജിൻ ബേക്കറിൻ്റെ അവിടെ മുതൽ ഇപ്പുറത്തെ GMC ഹോസ്പിറ്റലിൻ്റെ അവിടെ ചെറിയൊരു വീതി കുറഞ്ഞൊരു പാത്ത്. അത് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യും. പെഡസ്ട്രെയിൻസ് യൂസ് ചെയ്യും, 2 വീലേഴ്സ്, മെയിൻലി 2 വീലേഴ്സ്. വേറെ വണ്ടികൾ ഓട്ടോറിക്ഷ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ശരിക്കും അവിടെ കൂടുതലും പെഡസ്ട്രെയിൻസ് ആണ് കൂടുതലുള്ളത്. അതിലും കൂടുതലും എല്ലാ ഏജ് ഗ്രൂപ്പും അത് യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ, അതായത് നടക്കാവ് ഗേൾസ് സ്കൂളുണ്ട്, അവരവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ബസ് കയറാൻ, അതായത് മലാപ്പറമ്പ് ഒക്കെ പോകാൻ എങ്ങനെ പോലും ബസ് നിർത്തുന്ന ഒരു സ്റ്റോപ്പാണ് അപ്പുറഭാഗത്ത് വരുന്നത്. അതായത് GMC ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ബസ്സും നിർത്തുന്ന ഒരു സ്റ്റോപ്പാണ്. അപ്പോൾ ആൾക്കാർ എങ്ങനെ പോയാലും ഈ പാത്ത് യൂസ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോവുക.
അപ്പോൾ ഇത് ഈ ഏത് ടൈം നോക്കിയാലും ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ വണ്ടികളും ഉണ്ടാവും. ഈ വണ്ടികൾ ശരിക്കും അവിടെ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ളത് നടക്കാവ് ഒരു പാർക്കുണ്ട്, ഇംഗ്ലീഷ് പള്ളിയോട് ചേർന്നിട്ട് തന്നെ ഒരു പാർക്കുണ്ട്. അത് നമ്മളിപ്പോൾ പോകാൻ നമ്മളെ ശ്രദ്ധയിൽ അത് പെടുന്ന പോലുമില്ല. പാർക്കാന്നുള്ളൊരു തോട്ട് വരുന്ന പോലുമില്ല. അതെന്താ വെച്ചാൽ അതിങ്ങനെ കാടുമൂടി ഒരു ഒന്നിനും ഇല്ലാത്ത കറൻ്റ് ആൾക്കാർ ഉപയോഗിക്കുന്നേ ഇല്ല, വെറുതെ ഇട്ടിരിക്കുകയാണ്. അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ലതായി എടുക്കാം. ആൾക്കാർക്ക് ഫ്രീ ആയി ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണത്. നടക്കാവ് സ്കൂളിൽ കുട്ടികളെ കൊണ്ടാക്കാനായി ഗ്രാൻഡ് പാരൻസ് കുറേ വരുന്നുണ്ട്. ഇവർക്കായിട്ടൊരു ചെറിയൊരു കഫേ പോലൊരു സെറ്റ് എങ്ങനെ രാവിലെയും ഈവനിങ് ഇവർ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. വൈകുന്നേരം കൂട്ടാൻ വരുന്ന ടൈമിലാണെങ്കിലും അവിടെ സ്പേസ് ഉണ്ട്, ഫ്രീ സ്പേസ് കറൻ്റ് ഉണ്ട്. കൊട്ടാരൻ റോഡ് ജംഗ്ഷൻ ഉണ്ട്. കൊട്ടാരൻ റോഡ് പലരും യൂസ് ചെയ്യുന്നൊരു ഭാഗമാണ്. അപ്പം അവിടെ എത്തുമ്പം ഒരു ജംഗ്ഷനാണ്, എന്നാൽ ഒരു സൈൻ ബോർഡും ഇല്ല. ആ ജംഗ്ഷനിൽ ഒരു സൈൻ ബോർഡും ഒന്നുമില്ല. അവിടെ നമുക്ക് എരഞ്ഞിപ്പാലത്തേക്ക് പോവാം, അശോകപുരത്തേക്ക് പോവാം. ഇതെങ്ങനെയാണെന്നൊന്നും പരിചയമില്ലാത്ത ഒരാൾക്ക് അറിയില്ല. കളർഫുള്ളായൊരു സൈൻ ബോർഡ് വേണം ശരിക്കും പല സ്ഥലത്തും. കളർഫുൾ എന്ന് പറയാൻ കാരണം നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യണം. ഞങ്ങൾ ഇപ്പം പ്രായമായവരെ സംബന്ധിച്ച് അത്രയും കണ്ണിന് നമ്മൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത്രയും നല്ല ലെജിബിളായിട്ട് ഉള്ള ടെക്സ്റ്റും അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. പിന്നെ ഞങ്ങൾ പഠിച്ചത് മലാപ്പറമ്പാണ്. മലാപ്പറമ്പ് നോക്കുമ്പോൾ ടൗണിൽ നിന്ന് കുറേ മാറി, റെസിഡൻഷ്യൽ ഏരിയ ആയി. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് എടുക്കുന്ന അപ്രോച്ച് നമുക്ക് ഇവിടെ മാറും, കുറച്ചുകൂടി മാറ്റമുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഒരു പാർക്കുണ്ട്, പിന്നെ മലപ്പറമ്പ് ഹൗസിംഗ് കോളനി ഉണ്ട്. പിന്നെ നോക്കിയത് അവിടുത്തെ കുടുംബശ്രീ അംഗനവാടിയും എങ്ങനെ ആകുമ്പോൾ വയസ്സായ സ്ത്രീകളേക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് നോക്കി, കാരണം ടൗൺ പോലെയല്ല, കുറച്ചുകൂടി ചെറിയ സ്ട്രീറ്റാണ്, എന്നാലും തിരക്കുള്ള സ്ട്രീറ്റ് തന്നെ. പിന്നെ നോക്കിയത് അവിടുത്തെ ബസ് സ്റ്റോപ്പുകളാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കുറേ കാര്യങ്ങൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാർക്കിലേക്ക് എത്തുമ്പോൾ പാർക്ക് ചെറിയ പാർക്കാണ്, പക്ഷേ എൽഡേഴ്സിന് അതായത് വയസ്സായ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റാമ്പിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ബുള്ളാഡ്സ് പറയുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി വയസ്സായ ആൾക്കാർക്കും അത് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ പാർക്കിലേക്ക് എത്തുമ്പോഴേക്കും ശരിക്കും നമുക്കൊരു നടത്തം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സ്ഥലമാണ്. അതായത് റാമ്പിൽ പെട്ടെന്നൊരു ബുള്ളാഡ് വരുമ്പോൾ അത് പെട്ടെന്ന് പോലെ ബുദ്ധിമുട്ടാക്കും. അപ്പോൾ അവിടേക്ക് വരുത്തിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റെയിലിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ റാമ്പ് വരുന്നതോട് കൂടി ഹാൻഡ് റെയിൽ കൊണ്ടുവരിക, അപ്പോൾ ബുള്ളാഡ്സിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അവിടുത്തെ സീറ്റിംഗ് ഉണ്ട്, അത് കോൺക്രീറ്റ് സീറ്റിംഗാണ് ചെയ്തത്. ഇപ്പോൾ ഉള്ളത് കോൺക്രീറ്റ് സീറ്റിംഗ് ആണ്, അപ്പോൾ ചൂട് നന്നായി അബ്സോർവ് ചെയ്യും. അപ്പോൾ ഭയങ്കര ചൂടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ അതിനൊരു ഷെൽട്ടർ രീതിയിൽ ഒരു മാറ്റം പറഞ്ഞിരുന്നു. പിന്നെ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹൗസിംഗ് കോളനിക്ക് എത്തുമ്പോൾ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ വയസ്സായ ആൾക്കാർക്കാണെങ്കിലും വയസ്സായ ആൾക്കാർ മറ്റ് ഏജിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ. അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രപ്പോസലിലേക്ക് വന്നപ്പോൾ അതിലൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട്. അങ്ങനെ ആ ഒരു ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്, ജസ്റ്റ് ഒരു മണ്ണിട്ട ഗ്രൗണ്ടാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ഇരിക്കാനുള്ള സ്ഥലം, നടക്കാനുള്ള സ്ഥലം, പിന്നെ ഫുട്ബോൾ കളിക്കാനും പിന്നെ മറ്റ് കളികൾ കളിക്കാനുള്ള സ്ഥലങ്ങളായിട്ട് നമ്മൾ അത് ഡിവൈഡ് ചെയ്തു. മുഫ്സിൽ ബസ് സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ കുറേ ബിൽഡിങ്ങുകളുണ്ട്. അതിൽ മിക്ക ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ ഫ്ലോറൊക്കെ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുക, വെറുതെ സ്ഥലം. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, എന്തെങ്കിലും മീറ്റിങ്ങുകൾ ഹോൾഡ് ചെയ്യുക, ഈ കൾച്ചറൽ പ്രോഗ്രാംസ് തന്നെയാണെങ്കിലും ചുമ്മാ ഇരുന്ന് വർത്താനം പറയാനുള്ള സ്ഥലമൊക്കെ ആയിട്ടും ആ സ്ഥലം കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്റ്റെയർ കേസുകളായിരിക്കും മിക്ക സ്ഥലത്ത് ഉണ്ടാവുക. ഈ സ്റ്റെപ്പ് എല്ലാവർക്ക് കയറി പോകുന്നതാണ് ബുദ്ധിമുട്ടാണ്. അതിന് പുറത്തൊക്കെ യൂസ് ചെയ്യുന്ന ഈ സ്റ്റെയർ എലിവേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവരുടെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലേക്ക് കണക്റ്റഡ് ആയിട്ട് ഒരു സീറ്റ് ഉണ്ടാവും. ജസ്റ്റ് ഇവർ അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവരിങ്ങനെ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവർക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് സ്റ്റെയർ കേസ് കയറേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ നോർമലി ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്റ്റെയർ എലിവേറ്റർ എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് തന്നെ അത് പറ്റും. ക്രോസ് ചെയ്യാനാണെങ്കിൽ ആ ഭാഗത്ത് എസ്കലേറ്റർ വെച്ചിട്ടുണ്ട്, അതിന് മിക്കവരും യൂസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെ ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബിൽഡിങ്സിലേക്ക് റാമ്പ് അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇനി ഇപ്പോൾ അപ്പർ ഫ്ലോർസിലേക്കാണെങ്കിൽ റാമ്പ് അത്ര പോസിബിൾ അല്ല. ജസ്റ്റ് ഒരു ലെവൽ ഡിഫറൻസ് റാമ്പ് യൂസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം യൂസ് ചെയ്യും. എസ്കലേറ്ററൊക്കെ യൂസ് ചെയ്യുന്ന പ്രായമായിട്ടുള്ള ആൾക്കാർ അത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലിഫ്റ്റും ഉണ്ട്, മെഡിക്കൽ അസിസ്റ്റൻസ്. അതാണ് ഒരു വലിയ പ്രശ്നം.
ഇപ്പം വല്യങ്ങാടി പറഞ്ഞപ്പോഴാണെങ്കിലും ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്നായിരിക്കും എന്തെങ്കിലും സംഭവിക്കുക, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊരു അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സെൻറ്റേഴ്സ്, ഇത് വലിയ ബിൽഡ് സ്ട്രക്ചറോ അങ്ങനെ ആവണമെന്നില്ല, ഒരു കിയോസ്ക് പോലെ ആയാലും മതി. അവിടെ പറ്റുകയാണെങ്കിൽ അസിസ്റ്റൻസിന് ഒരാൾ, പിന്നെ അത്യാവശ്യം വേണ്ട മെഡിസിൻസ്, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ. അതായത് മിക്ക സമയത്തും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എത്തിക്കാം, ഹോസ്പിറ്റലിൽ എത്താൻ വൈകിക്കുന്നു. അതാണ് മെയിനായിട്ടും ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ മരിക്കാനൊക്കെ കാരണമാവുന്നത്. കേരളത്തിലെ ജനസംഖ്യയുടെ 16.5% 60 വയസ്സിന് മുകളിലുള്ളവരാണ് എന്നാണ് കണക്ക്. 2036ഓടെ ഇത് 22.8% വർദ്ധിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച പുരോഗതി തന്നെയാണ് കേരളത്തിലെ ആയുർദൈർഘ്യം കൂടാൻ കാരണം. ജനസംഖ്യയുടെ ഏതാണ്ട് 4/1 മനുഷ്യരെ ബാധിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ നയപരമായും രാഷ്ട്രീയമായും സാമൂഹികമായും വേണ്ട രീതിയിൽ കേരളം ഉൾക്കൊള്ളുകയും അഭിസംബോധന ചെയ്യുകയും ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പം എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും വരുന്ന സ്ഥലം, അതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പിന്നെ അവിടെ ഇപ്പം ഞങ്ങളതിൻ്റെ അകത്തല്ല ശരിക്കും പറഞ്ഞാൽ പഠിച്ചത്, അതിന് ചുറ്റുപാടും മെഡിക്കൽ കോളേജിൽ വരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ. അതായത് മെഡിക്കൽ കോളേജിൻ്റെ ഡിസൈൻ അല്ല നമ്മൾ നോക്കിയത്, അവിടേക്ക് ആൾക്കാർക്ക് എത്താനുള്ള ബുദ്ധിമുട്ടും ചുറ്റുപാടും എങ്ങനെയാണെന്നുള്ളതാണ് നോക്കിയത്. അപ്പം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ റൗണ്ട് അബൌട്ട് ഉണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലത്തെ റൗണ്ട് അബൌട്ട്, എല്ലാം 3 സൈഡിലേക്ക് റോഡ് പോകുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൗണിലേക്കുള്ള സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ 25 മീറ്ററാണ് ആ റോഡിൽ ഓൾമോസ്റ്റ് വിട്ട് തരുന്നത്. ഇപ്പോൾ 25 മീറ്റർ ഒരാൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ദൂരം നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് അത്രയും ദൂരം ഒറ്റ സ്ട്രെച്ചിൽ നടക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല, ഒറ്റയടിക്ക് അത് നടന്നു പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളെ നോക്കുകയാണെങ്കിൽ അത്രയും ദൂരം പയ്യെ ഇപ്പോൾ വടിയൊക്കെ പിടിച്ചിട്ടായിരിക്കും നടക്കുക, അത്രയും ദൂരം നടന്നു പോകുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ക്രോസിങ് അത് 5 മിനിറ്റ് നോക്കിയാൽ വയസ്സുമാർക്ക് പോരാൻ കഴിയില്ല. ലൈനുണ്ട്, അതും അവിടെ പോലീസൊന്നും അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കടക്കാൻ കഴിയില്ല, വളരെ വിഷമമാണ്. കൊണ്ട് തിരക്ക് ജാസ്തിയാണ്, പണ്ടത്തിൽ തിരക്കില്ല, വാഹനം കൂടിയില്ലേ. ഒരു സ്ത്രീ വളരെ വണ്ടി കൂടി ഞാൻ കണ്ടിട്ടുണ്ട്, ബസ് ഇറങ്ങി അത് വീണോയതാണ്. അതിൻ്റെ ആ പ്രായമായ അത് മുളത്തൊരു ഭാഗത്ത് അവിടെയാണ്. അത് 2 ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് 3-ാം ദിവസം മരണപ്പെട്ടു. പിന്നെ വയറിൻ്റെ മുകളിൽ കയറിപ്പോയി. അപ്പോൾ ഈ തിരക്കിൽ ക്രോസ് ചെയ്യാനും ഒന്നിരിക്കാനും അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഒരുപാട് തോന്നാറുണ്ട്. സിഗ്നൽ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ നല്ലതാണല്ലോ, ഒരു സുരക്ഷിതമാണല്ലോ. പിന്നെ നമ്മളിപ്പോൾ ഓട്ടോ ഓടിച്ച് പോവുകയാണെങ്കിൽ കാര്യമായിട്ട് മൊബൈൽ വിളിച്ച് പോകണ ഒരു തരം ആൾ, വണ്ടീനെ ശ്രദ്ധിക്കില്ല, ആളെ ശ്രദ്ധിക്കില്ല, വിലങ്ങനെ പോകും. ഇവിടെ ഒരു ഫുട്പാത്തിൻ്റെ മുകളിൽ ഒരു ഇരിപ്പാട് ഉണ്ടാക്കാൻ കോർപ്പറേഷൻ സമ്മതിക്കില്ല. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഒരു പെഡസ്ട്രിയൻ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ റോഡിന് നടുക്ക് ഡിവൈഡർ ഉണ്ടാവും. ഇപ്പോൾ ഈ ഡിവൈഡറിനോട് ചേർന്ന് തന്നെ ഡിവൈഡറിൻ്റെ സൈസ് വിഡ്ത്ത് കുറച്ചൊന്ന് കൂട്ടുക, മേ ബി ഒരു 2 മീറ്ററെങ്കിലും ഒന്ന് എൻലാർജ് ചെയ്തിട്ട് അവിടെ, അതായത് റോഡിൻ്റെ നടുക്കായിട്ട് വരും. അപ്പം ക്രോസ് ചെയ്ത് പകുതിക്ക് വെച്ചിട്ട് അവിടെ അവർക്ക് നിൽക്കാം. അതൊരു ചെറിയ സീറ്റിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്ത് അവിടെ റെസ്റ്റ് ചെയ്ത് ബാക്കി നടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ്. സിഗ്നൽസ് ഇവർക്ക് വേണ്ടി കൺസിഡർ ചെയ്തിട്ട് സിഗ്നൽ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പുറത്തേക്ക് എവിടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളുടെ ഇതിൽ അത് പറ്റുമെങ്കിൽ അതും കൂടെ കൊണ്ടുവരാം. അതായത് കുറച്ച് ടൈം കൊടുക്കുക ഇവർക്ക്. അതായത് നമ്മൾ നടക്കുന്ന സ്പീഡിലായിരിക്കില്ല ഇവർ നടക്കുന്നത്, ഇവരുടെ റിയാക്ഷൻ ടൈം എല്ലാം കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് വേണ്ടി പ്രത്യേകം കൺസിഡർ ചെയ്തിട്ട് ആ ടൈമിങ് കൂട്ടുക, വണ്ടികൾ നിർത്താൻ അതിനനുസരിച്ച് നിർത്തിക്കുക, അതാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റുക. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം പെട്ടെന്ന് നമ്മൾ മാറാൻ കഴിയില്ല. കുറച്ച് പ്രായമുള്ളത് കൊണ്ട് നമ്മൾ മെല്ലെ മാറാൻ കഴിയുള്ളൂ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സീബ്ര ലൈൻ നോക്കി പോകണം, അതും വണ്ടി ചിലപ്പോൾ അങ്ങോട്ട് വന്നോളൂ. സീബ്ര ലൈനിൽ നടന്ന കാര്യമില്ല, അല്ലാതെ നമ്മളൊക്കെ സീബ്ര ലൈൻ നോക്കിയിട്ടാണ് പോവുക. ഇവിടെ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ 3 സീബ്ര ലൈനാണ് അടുപ്പിച്ചിട്ടുള്ളത്. ആ സീബ്ര ലൈൻ കൊടുത്തത് കയറ്റത്തിൻ്റെ മുകളിലാണ്. ഒരു പ്രായമുള്ള ആൾക്കാർ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിനായിട്ട് ഇവിടെ വരുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുത്ത മാതിരി ആകാശപാതയാണ്, ഓവർ ബ്രിഡ്ജ്. അതായത് ഹൈഡ്രോളിക് ആയിട്ടുള്ള സ്പോട്ടിൽ നിന്ന്, ഗ്രൗണ്ട് സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എയറിലെത്തി അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തെത്താനുള്ള എയറിലുള്ള ആകാശപാത. അതിപ്പോൾ ഓൾറെഡി പുതിയ ബസ് സ്റ്റാൻഡിലൊക്കെയാണുള്ളത്. അത് ഇവിടെ നിലവിലിവിടെ ഇല്ല. അത് തീർച്ചയായിട്ടും വന്നേ പറ്റൂ. കാരണം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാം പ്രായമുള്ള ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് റോഡ് ക്രോസ് ചെയ്യുക. പിന്നെ നമ്മളെ മെഡിക്കൽ കോളേജിലെ ഡ്രൈവർമാരാണ് അധികം പ്രായമുള്ള ആൾക്കാർ റോഡ് കടത്തി വിടല്. ഒന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ കോളേജിൽ ഒരു ബാത്റൂം സൗകര്യമോ ഒരു ഇരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരിക്കലും ഇല്ല. ഒരു പ്രായമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആളെ കാണുന്ന മതിലിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചാണ് ജെൻസ് പ്രായമുള്ള ആൾക്കാർ ആണുങ്ങളാണെന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കുക. കാരണം അവർക്ക് വേറെ എവിടെയും ഒഴിക്കാനില്ല. മൂത്രസംബന്ധമായ രോഗമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ
ഒരു ടോയ്ലറ്റ് ഇവിടെ എവിടെയില്ല. ഒരു ടോയ്ലറ്റ് ഉള്ളത് മെഡിക്കൽ കോളേജിൻ്റെ അത്തലക്കൽ, അവിടെ ക്യാഷ് കൊടുക്കും വേണം. ആ ടോയ്ലറ്റ് ഇവിടെ ഇത്രയും ആൾക്കാർ ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാർ രോഗികൾ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് പുറത്ത് എവിടെയും ഒരു ടോയ്ലറ്റ് ഇപ്പം ഇല്ല. ആദ്യം ഒരു ടോയ്ലറ്റ് ഉണ്ടായി, അതൊക്കെ പൂട്ടിപ്പോയി. പിന്നെ ഇരിക്കാനുള്ള ഒരു വിശ്രമമായിട്ട് ഇരിക്കാനുള്ള ഇത്തിരി സ്ഥലം ഉണ്ടായിട്ട് ഒരു വിശ്രമമായിട്ട് ഇരിക്കാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ല. ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് എവിടെയില്ല. ഫുട്പാത്തിൽ ഇപ്പം വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ വിഡ്ത്തൊക്കെ ലൈക്ക് ഉണ്ട്. നമ്മൾ റൂൾ അനുസരിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ 1.5 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആ ഒരു ഇതിൽ തന്നെ ഫുട്പാത്തിൻ്റെ വിഡ്ത്ത് വരുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലത്തെ മെയിൻ്റനൻസ് ആണ് ഒരു പ്രശ്നം വരിക. എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് പൊട്ടിക്കിടക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനൊരു റെക്ടിഫിക്കേഷൻ ആരും ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ ടൈംലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങളും മാറും, പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലത്തെ ബസ് സ്റ്റോപ്പ് നോക്കുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്, പക്ഷേ ഇരിക്കാൻ ഒരു പ്രായമുള്ള ആൾക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം പിന്നെ ഇപ്പം സൈനേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ ഈ ബസ് സ്റ്റോപ്പുകളിൽ കാണുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും ബസ് സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവുക. അതായത് അല്ലെങ്കിൽ ഇപ്പം വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡെസിഗ്നേറ്റ് ആയിട്ട് സ്ഥലം ചില സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ സ്ഥലം ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക ഫ്രണ്ടിലായിട്ടായിരിക്കും. അതായത് റോട്ടിൽ നോക്കുന്ന ഒരാൾ കാണുന്ന രീതിയിലായിരിക്കും. പക്ഷെ നമ്മൾ നടക്കുന്നത് എങ്ങനെയാണ്? ഫുട്പാത്തിൽ കൂടെ നടന്നു വരിക. അപ്പോൾ ഫുട്പാത്തിൽ കൂടെ നടക്കുന്ന ഒരാൾക്ക് ഇത് കാണുന്നില്ല അവിടെ ഇങ്ങനെ സാധനം ഉണ്ടെന്ന്. അപ്പം അവർക്ക് കാണുന്ന രീതിയിൽ ആ സൈൻ ബോർഡിനെ തിരിച്ച് വെക്കുക. എന്നുവെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും കാണണം, ഇവിടേക്കും കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ അത് വെക്കുക. പിന്നെ ഇവിടെ ഭയങ്കര ഇതാണ്, ഇവിടെ ട്രാഫിക് ഭയങ്കര ഇതാണ്. ഇരിക്കണം എന്ന് തോന്നാറുണ്ടോ? അത് തോന്നാറുണ്ട്. ഇല്ലാന്നൊന്നും കുഴപ്പം കളത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കുറേ നടക്കുമ്പോൾ ഇരിക്കണം തോന്നും. മെഡിക്കൽ കോളേജ് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഭയങ്കര ചിലവുള്ള കാര്യമൊന്നുമല്ല. കുഞ്ഞു സംഭവങ്ങളാണ്. ചെറിയ ഫർണിച്ചറിന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്താൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവരെ അറിയിക്കുകയും കൂടി ചെയ്യണം. അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണവും കൂടെ കൊടുക്കണം. ലൈക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടും ആരും അത് ഉപയോഗിച്ചില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മറ്റേ പ്രോഗ്രാം ആയുധനോത്സവം പ്രോഗ്രാം നടന്ന പോലെ തന്നെയാണെങ്കിലും അത് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ എത്തും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഇവരൊക്കെ അറിയിക്കാം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒക്കെ നടക്കുന്നുണ്ട്. ചിലരൊക്കെ ഉണ്ടാവും പഴയ ചിന്താഗതി തന്നെ വെച്ചിട്ട് ചേഞ്ചിനോടൊന്നും താല്പര്യമില്ലാത്തവർ. അപ്പോൾ അവർ വിചാരിക്കും ഇതെന്തോ വേറെ സംഭവമായി, ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അങ്ങനത്തെ ചിന്താഗതി കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. എന്നുവെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരികയും കൂടെ ചെയ്യണം. ആ ഒരു അവയർനെസ്സും കൂടെ കൊണ്ടുവരണം. ബീച്ചിലേക്ക് വരുമ്പോൾ ബീച്ച് പറഞ്ഞാൽ വലിയ സ്ഥലമാണ്. അതായത് നമുക്ക് മൊത്തത്തിലെടുത്ത് പഠിക്കാൻ ഈ ചെറിയ സമയത്ത് പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ ഗാന്ധി റോഡ് മുതൽ ഫ്രീഡം സ്ക്വയറിൽ നിന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങും അവിടുന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിങ്ങും അങ്ങോട്ട് കുറച്ചും അങ്ങനെ 3 സോണാക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഫ്രീഡം സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്രധാന ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ രാത്രി ആകുമ്പോൾ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട് അവിടെ. അതേപോലെ ബീച്ചിൻ്റെ സൈഡ് പറയുമ്പോൾ ഫുട് പാത്ത് ഉണ്ട്, അതും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രശ്നം. റോഡും ബീച്ചിൻ്റെ ആ മണലിട്ട് ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു ഫുട് പാത്ത് ഉണ്ട്, അതിനൊരു ചെറിയ മെയിൻ്റെനൻസിൻ്റെ കുറവുണ്ട്. ബീച്ചിൽ ചെന്നാൽ അറിയാം, എവിടെ സ്ഥലം കിട്ടണം അവിടെ പാർക്ക് ചെയ്യാം, അതാണ് അവിടെ മെയിനായിട്ട്. പക്ഷേ ഈ വയസ്സായ ആൾക്കാർ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് ആ റിയാക്ഷൻ ടൈമിൻ്റെ പ്രശ്നമുണ്ട്. അതായത് കറക്റ്റായി പാർക്ക് ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് സ്പേസ്. പിന്നെ പ്രധാന വേറെ കാര്യം വളണ്ടിയേഴ്സിനെ അറേഞ്ച് ചെയ്യാം. ബീച്ചാകുമ്പോൾ വലിയ സ്ഥലമാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു സെക്യൂരിറ്റി നിർത്തിയാൽ കവർ ചെയ്യാൻ പറ്റില്ല കുറേ ആൾക്കാർ നോക്കാൻ. അപ്പോൾ ഒരു ഇടവേള വിട്ടെങ്കിലും കുറച്ച് വളണ്ടിയേഴ്സിന് അതിനിപ്പോൾ NSSും ഈ നമ്മൾ കോളേജിലേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ NSS പറയുമ്പോൾ അവിടെ നമുക്ക് കുട്ടികളെ കിട്ടും. അപ്പോൾ അവർക്കൊരു താല്പര്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു എന്താണ് പറയുക പ്രൊപ്പോസൽ രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന റെഗുലേഷനോ റൂളല്ല, എന്നാലും പറയാം. അതായത് വളണ്ടിയേഴ്സിന് വേണമെന്ന രീതിയിൽ അത് അവർക്ക് ഹെൽപ്ഫുള്ളാകും. കാരണം പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നാൽ സാധാരണ ആൾക്കാർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, ഇപ്പോൾ ഞങ്ങൾ പോയി ഹെൽപ്പ് ചെയ്യണം. പക്ഷേ വളണ്ടിയേഴ്സ് ആകുമ്പോൾ അത് ഞങ്ങൾ ഉത്തരവാദിത്തമാണെന്ന രീതിയിൽ അവർ പോയി ഹെൽപ്പ് ചെയ്യും. രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയും ആസൂത്രണങ്ങളിൽ ദീർഘവീക്ഷണവും ഉണ്ടായാലേ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരളത്തിൻ്റെ വികസന സങ്കല്പം ആധുനികമാവൂ. സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യരെ ഏറ്റവും ആദ്യം പരിഗണിക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ വികസന രാഷ്ട്രീയം. ഈ പാർക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഈ വയസ്സായിട്ടുള്ള ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്ത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിസൈൻ ചെയ്യുന്ന ആൾ മാത്രമല്ല ഈ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഓരോ വര
ഇതുകൊണ്ട് ലൈക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങൾക്കായിരിക്കും. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ആക്ച്വലി. എക്കോളജി പരമാണെങ്കിലും പിന്നെ സോഷ്യൽ പരമാണെങ്കിലും നമ്മൾ ചുറ്റുപാട് പഠിച്ചിട്ട് പിന്നെ മൈക്രോ ക്ലൈമറ്റ് സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ചെറിയ സ്ഥലം ഡിസൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ക്ലൈമറ്റ് പഠിക്കണം, പിന്നെ മൊത്തത്തിലുള്ള ക്ലൈമറ്റ് പഠിക്കണം. അങ്ങനെ എല്ലാം കൂടി പഠിച്ചിട്ടാണ് നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുക. നമ്മളുടെ മാത്രം പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കാൻ ഒരിക്കലും പറ്റില്ല. ആരൊക്കെയാണോ ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരൊക്കെയായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അതായത് സെക്കൻഡ് ഇയറിലൊക്കെ നമുക്ക് വേണ്ട ഒരു സ്പേസിലായിരുന്നു എനിക്ക് വേണ്ട സ്പേസ്. ഇങ്ങോട്ടും 5th ഇയർ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും വേണ്ട, സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സ്കെയിലിലേക്കായി മാറി. ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് കാണുന്നവരാണെങ്കിൽ പോലും അവരും ഇന്നത്തോട്ട് ചിന്തിച്ചു തുടങ്ങും, ഇങ്ങനെയുള്ള ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്യണമല്ലോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കും.